ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ മൊഡ്യൂൾ തുടങ്ങുകയാണ്. ഒബ്ജക്റ്റ് റിലേഷണൽ ആൻഡ് എക്സ്റ്റെൻഡഡ് റിലേഷണൽ ഡാറ്റാബേസസ് എന്നാണ് നമ്മളുടെ പുതിയൊരു തേർഡ് മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ എന്താ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡാറ്റ മോഡലിംഗ് എന്താണ്, ഒബ്ജക്റ്റ് മോഡലിംഗ് എന്താണ്, അതിൽ വരുന്ന കോൺസെപ്റ്റ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് എന്താണ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്തിരിക്കുന്ന DBMS ആണ് എന്ത്, OODBMS അല്ലെങ്കിൽ ODBMS എന്ന് പറഞ്ഞു. അപ്പോൾ ODB എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. OODBMSും ORDBMS. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ORDBMS. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അസൈൻമെൻറ്റായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നമ്മളുടെ രണ്ട് മൊഡ്യൂൾ നമ്മളുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസസ്. എന്താണ് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് റിലേഷണൽ ഡാറ്റാബേസസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, റിലേഷണൽ മോഡൽ വിത്ത് ഒബ്ജക്റ്റ് ഡാറ്റാബേസ് എൻഹാൻസ്മെൻറ്റ്സ് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസസ്. അപ്പം നമ്മൾ സാധാരണ ഒരു RDBMS നമ്മൾ SQL ഒക്കെ ചെയ്യുന്നില്ലേ. SQL ഒക്കെ എന്താണ്, നമ്മൾ ടേബിൾ ഫോമിൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെച്ച് ഫസ്റ്റ് നോർമൽ ഫോം സെക്കൻഡ് നോർമൽ ഫോം ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്ത് വെക്കുന്നതാണ് എന്ത്, നോർമൽ RDBMS അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്തുകൊണ്ടാണ് അതിനെ RDBMS എന്ന് വിളിക്കുന്നത്? നമ്മൾ അതിൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നത് റിലേഷൻസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷണൽ RDBMS കോൺസെപ്റ്റിൽ നമ്മൾ OOD എന്താണെന്ന് പഠിച്ചു, OODB എന്താണെന്ന് പഠിച്ചു അല്ലേ, ഒബ്ജക്റ്റ് ഡാറ്റാബേസ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ്, ആ ഒരു ഒബ്ജക്റ്റ് ഡാറ്റാബേസ് കോൺസെപ്റ്റ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്, ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് കിട്ടുന്നത്. ഓക്കെ, ട്രഡീഷണൽ RDBMSലെ അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ്, ഒബ്ജക്റ്റ് ഡാറ്റാബേസസിൻ്റെ ഒബ്ജക്റ്റ് കോൺസെപ്റ്റ്സും കൂടി ആഡ് ചെയ്തപ്പോൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ORDBMS അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ഒബ്ജക്റ്റ് ഡാറ്റാബേസ് ഫീച്ചേഴ്സാണ് നമ്മൾ ഈ നോർമൽ ട്രഡീഷണൽ റിലേഷണൽ ഡാറ്റാബേസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് SQLൻ്റെ എൻഹാൻസ്മെൻറ്റ്സ് ആണ് പറയുന്നത്. അതുകൊണ്ട് SQLനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. SQLൽ എന്തൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് ആഡ് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്? ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് ഹാവ് ബീൻ ആഡഡ് ടു സ്പെസിഫൈ കോംപ്ലക്സ് ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഡാറ്റാബേസിൽ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് സിംഗുലർ അല്ലെങ്കിൽ ആറ്റമിക് ഡാറ്റ ആയിട്ടല്ല, സിമ്പിൾ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഇൻറ്റീജർ ഫ്ലോട്ട് അതൊന്നും അല്ല നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. നമുക്ക് ഡീൽ ചെയ്യേണ്ടത് കോംപ്ലക്സ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ആ കോംപ്ലക്സ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് വേണം? ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തു അല്ലേ. കോംപ്ലക്സ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ച 4 ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് പഠിച്ചില്ലേ, 3 ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് പഠിച്ചില്ലേ? കളക്ഷൻസ്, ടപ്പിൾ, പിന്നെ എന്തായിരുന്നു, ആറ്റം, 3 ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് പഠിച്ചു അല്ലേ. അതിൽ ആ കളക്ഷൻസിൽ തന്നെ സെറ്റ്, ലിസ്റ്റ്, ബാക്ക് എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് കൺസ്ട്രക്ടേഴ്സൊക്കെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തതാണ് മെക്കാനിസം ഫോർ സ്പെസിഫൈയിങ് ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി ത്രൂ ദ യൂസ് ഓഫ് റെഫറൻസ് ടൈപ്പ്. എന്തായിരുന്നു? റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ, അതായത് ഒരു ഒബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്യാനുള്ള മെക്കാനിസം നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്ന് മാത്രം പറയാം. അപ്പോൾ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട് വേറൊരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ നമുക്ക് സാധിക്കും, അതായത് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് എന്ത്, മെക്കാനിസം ഫോർ സ്പെസിഫൈയിങ് ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് എൻകാപ്സുലേഷനും ഇൻഹെറിറ്റൻസും. അത് രണ്ടും എങ്ങനെയാണ് SQLലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, എൻകാപ്സുലേഷൻ ഓഫ് ഓപ്പറേഷൻസ് ഈസ് പ്രൊവൈഡഡ് ത്രൂ ദ മെക്കാനിസം ഓഫ് യൂസർ ഡിഫൈൻഡ് ടൈപ്സ് that may include operations as part of their declaration. അതായത് നിങ്ങളിവിടെ ORDBMSൽ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ത്, UDT എന്ന് പറയുന്നത്. UDT എന്ന് വെച്ചാൽ യൂസർ ഡിഫൈൻഡ് ടൈപ്പ്. യൂസറിന് ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക, അതാണ് UDT, യൂസർ ഡിഫൈൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ യൂസർ ഡിഫൈൻഡ് ടൈപ്പ് UDTയിൽ നമുക്ക് എൻകാപ്സുലേഷൻ പോസിബിൾ ആണ്. അതെങ്ങനെയാണ് UDTയിൽ എൻകാപ്സുലേഷൻ പോസിബിൾ ആവുന്നത്? UDTയിൽ
നമ്മൾ ഡാറ്റയുടെ ഒപ്പം തന്നെ അതിൻ്റെ മെത്തേഡ്സും കൂടിയും അല്ലെങ്കിൽ ഓപ്പറേഷൻസും കൂടിയും ഡിക്ലറേഷൻ്റെ പാർട്ടിൽ അല്ലെങ്കിൽ ഡിക്ലറേഷൻ്റെ ഒപ്പം തന്നെ മെത്തേഡ്സും കൂടിയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ത്രൂ ദ മെക്കാനിസം ഓഫ് യൂസർ ഡിഫൈൻ ടൈപ്സ് that may include operations as part of their declaration. ഡിക്ലറേഷൻ്റെ സമയത്ത് UDT ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ആ UDTയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസിനെയും കൂടിയും അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എൻകാപ്സുലേഷൻ. മെത്തേഡ്സും ഡാറ്റേനെയും ഒന്നിച്ച് ഒരു ബ്ലോക്കായിട്ട് ക്യാരി ചെയ്യുന്നു. അതാണ് എന്ത് എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻഹെറിറ്റൻസ് നമ്മൾ ഈ SQLൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലായിട്ടുള്ള ഇൻഹെറിറ്റൻസ് നമ്മളിവിടെ ചെയ്യുന്നത് യൂസിങ് ദ കീവേഡ് അണ്ടർ എന്ന് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ എക്സ്റ്റെൻസ് എന്നൊക്കെ പഠിച്ചില്ലേ ജാവയിലും അതുപോലെ തന്നെ പലതിലും. അതിന് പകരമായിട്ട് നമ്മൾ ഡാറ്റാബേസിൽ ഇൻഹെറിറ്റൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് അണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്. ഓക്കെ, ഇനി എന്താണ് UDT അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിന് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് എങ്ങനെ നമ്മൾ ചെയ്യും. നമ്മൾ പറഞ്ഞു അല്ലേ, ODBMSൽ കോംപ്ലക്സ് ഒബ്ജക്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ് മുന്നേ എന്താണ് ODBMSൻ്റെ ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി, ഒബ്ജക്റ്റ് സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെ ഉണ്ടാവും. അതിൽ ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, ഡാറ്റ ഏതൊക്കെ ഫീൽഡുകളുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ എന്തും ഉണ്ടാവും, ഓപ്പറേഷൻസും ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഇതിൽ നമ്മളെങ്ങനെ ഒരു യൂസർ ഡിഫൈൻഡ് ടൈപ്പ് എങ്ങനെ ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ ബിൽറ്റ് ഇൻ ടൈപ്പായിരുന്നു. അരേ അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ ഇൻറ്റീജർ, ഫ്ലോട്ട്, സെറ്റ്, ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ടൈപ്പുകളായിരുന്നു നമ്മൾ അതിൽ ചെയ്തിരുന്നത്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, UDT അതായത് യൂസർ ഡിഫൈൻഡ് ടൈപ്പാണ്. എങ്ങനെ യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ഉണ്ടാക്കി? എ UDT മേ ബി സ്പെസിഫൈഡ് ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം യൂസിങ് ദ സിൻടാക്സ് ക്രിയേറ്റ് ടൈപ്പ് നെയിം ആസ് പാരന്തസിസിൻ്റെ ഉള്ളിൽ കമ്പോണൻറ്റ് ഡിക്ലറേഷൻസ്. എന്തായിരുന്നു? ക്രിയേറ്റ് ടൈപ്പ് നെയിം. ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് ടൈപ്പ് സ്ട്രീറ്റ് അഡ്രസ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആസ് എന്തൊക്കെ വരണം അതിൽ? നമ്പർ, സ്ട്രീറ്റ് നെയിം, അപ്പാർട്ട്മെൻറ്റ് നമ്പർ, സ്യൂട്ട് നമ്പർ. ഈ 4 ഫീൽഡുകൾ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ 4 ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഡാറ്റ ടൈപ്പ് അവിടെ ആര് ഉണ്ടാക്കി? യൂസർ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്രിയേറ്റ് ടൈപ്പ് USA അഡ്രസ് ടൈപ്പ് ആസ് സ്ട്രീറ്റ് അഡ്രസ്, സിറ്റി, സിപ്പ് 3 വാല്യൂസ്. പിന്നെ ക്രിയേറ്റ് ടൈപ്പ് USA ഫോൺ ടൈപ്പ് ആസ് ഫോൺ ടൈപ്പ്, ഏരിയ കോഡ്, ഫോൺ നമ്പർ. ഇത് 3 ടൈപ്പ് 3 UDT ഉണ്ടാക്കി ഇവിടെ യൂസർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, 3 UDT ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു യൂസർ ഡിഫൈൻഡ് ടൈപ്പ് അല്ലെങ്കിൽ UDT നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇഫ് എ UDT ഡസ് നോട്ട് ഹാവ് എനി ഓപ്പറേഷൻസ്, അതിൽ ഓപ്പറേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ടു യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് റോ ടൈപ്പ് ടു ഡയറക്ട്ലി ക്രിയേറ്റ് എ സ്ട്രക്ചേർഡ് ആട്രിബ്യൂട്ട് ബൈ യൂസിങ് ദ കീവേഡ് റോ. അതായത് ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇതിലും ഇല്ല ശരിക്കും എന്താണ്, ഫങ്ഷൻസ് ഇല്ല അതിൽ, ഓപ്പറേഷൻസ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ആ ഡാറ്റാസ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഫങ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്യാം. അത് നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിളുകളിൽ വരുന്നുണ്ട്. ആ ഫങ്ഷൻസ് ഒന്നും ഇതിൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അങ്ങനെ ഫങ്ഷൻസ് പറയാത്ത സ്ഥിതിക്ക് ഇതിനെ വേറൊരു ടൈപ്പിലും കൂടിയും ഡിക്ലെയർ ചെയ്യാം. എങ്ങനെയാണ്? ക്രിയേറ്റ് ടൈപ്പ് USA അഡ്രസ് ടൈപ്പ് ആസ് സ്ട്രീറ്റ് അഡ്രസ്, റോ എന്താണ്, നമ്പർ, സ്ട്രീറ്റ് നെയിം, അപ്പാർട്ട്മെൻറ്റ്. അതായത് 2 എണ്ണം ഒന്നിച്ച് ആ സ്ട്രീറ്റ് അഡ്രസ്സ് എന്നുള്ളിടത്ത്, ഇവിടെ കണ്ടോ സ്ട്രീറ്റ് അഡ്രസ്സ് എന്നുള്ളിടത്ത് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ സ്ട്രീറ്റ് അഡ്രസ് ടൈപ്പിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കാം. ഓക്കെ, അതിനുള്ള കീവേഡാണ് ഇവിടെ റോ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് റോ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഡയറക്ട്ലി ക്രിയേറ്റ് എ സ്ട്രക്ചേർഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, റോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്, ഈ റോ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, ഒരു എന്താ പറയുക സ്ട്രക്ചേർഡ് ആട്രിബ്യൂട്ടിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം യൂസിങ് റെഫറൻസ് ടൈപ്പ് എന്ന് പറഞ്ഞു. അതെങ്ങനെ ചെയ്യും? യുണീക്ക് സിസ്റ്റം ജനറേറ്റഡ് ഒബ്ജക്റ്റ് ഐഡൻറ്റിഫയേഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ്
via the reference type in the latest version of SQL. Example കണ്ടോ, ref is system generated. അതാണ് ഒരു സ്പെസിഫിക് എക്സാമ്പിളിൽ വരുന്ന കോഡാണ്. ref is system generated. അതിൻ്റെ സിൻടാക്സ് എന്താണ്? ref is ആദ്യം OID attribute value generation method. അതാണ് അതിൻ്റെ എന്ത് വരുന്നത്? OID attribute. അതാണ് ഫസ്റ്റ് വൺ കേട്ടോ. അവിടെ ഒരു ക്ലോസിങ്ങും ഓപ്പണിങ്ങും ഉണ്ട് കേട്ടോ. ഈ OID ആട്രിബ്യൂട്ടിൻ്റെ അവിടെ ഒരു ക്ലോസിങ്ങും ഒരു ഓപ്പണിങ്ങും, അത് ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. ഒരു ക്ലോസിങ്ങും ഒരു ഓപ്പണിങ്ങും ഇവിടെ കൊടുക്കണം. OID ആട്രിബ്യൂട്ട് എന്നുള്ളിടത്ത് ഇവിടെ വെച്ചിട്ട് കേട്ടോ. രണ്ട് പാരാമീറ്റേഴ്സാണ് ഇതിനുള്ളത്. ഓക്കെ, ഒന്ന് OID ആട്രിബ്യൂട്ടും പിന്നെ ഒന്ന് വാല്യൂ ജനറേഷൻ മെത്തേഡും. ഓക്കെ, OID ആട്രിബ്യൂട്ട് എന്നുള്ളതും വാല്യൂ ജനറേഷൻ മെത്തേഡ് എന്നുള്ളതും രണ്ട് പാരാമീറ്റേഴ്സ് ആണത്. ദ യൂസർ ഡിക്ലെയർസ് ദാറ്റ് ദ ആട്രിബ്യൂട്ട് നെയിംഡ് OID ആട്രിബ്യൂട്ട് വിൽ ബി യൂസ്ഡ് ടു ഇൻഡിവിജ്വൽ ടപ്പിൾസ് ഇൻ ദ ടേബിൾ. എന്തായിരുന്നു? OID ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ വെച്ചിട്ട് അവർ ഓരോ ടപ്പിളിനും എന്ത് ചെയ്യും? ആട്രിബ്യൂട്ട് ID ആയിട്ട് ഉണ്ടാക്കും. ഓരോ ID ഉണ്ടാക്കും ഓരോ ടപ്പിളിനും. ദ ഓപ്ഷൻസ് ഫോർ വാല്യൂ ജനറേഷൻ ഇസ് റിട്ടൺ ഇൻ മെത്തേഡ്സ്. എന്താണ് ഇത്? അതിന് രണ്ട് വാല്യൂസ് ആണുള്ളത്. വാല്യൂ ജനറേഷൻ എന്ന് പറയുന്നതിന് വാല്യൂ ജനറേഷൻ മെത്തേഡ്, ഇത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. വാല്യൂ ജനറേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്ററിന്, വാല്യൂ ജനറേഷൻ മെത്തേഡ് എന്ന് പറയുന്ന പാരാമീറ്ററിന് രണ്ട് വാല്യൂസേ ഉണ്ടാവുള്ളൂ. ഐദർ ഇറ്റ് ഈസ് സിസ്റ്റം ജനറേറ്റഡ് ഓർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ്. ഇവിടെ സിസ്റ്റം ജനറേറ്റഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻകാപ്സുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കീവേഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ OID ആട്രിബ്യൂട്ട് ഏത് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, വാല്യൂ ജനറേഷൻ മെത്തേഡ് മാത്രമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തത്. ഇവിടെ പക്ഷേ നമ്മൾ ജനറലി ഈ സിൻടാക്സ് പറയുമ്പം ആദ്യം OID ആട്രിബ്യൂട്ട് പറയണം, എന്നിട്ട് വാല്യൂ ജനറേഷൻ മെത്തേഡ് പറയണം. ഓക്കെ, ഇനി UDT ബേസ് ചെയ്തിട്ട് നമ്മളെങ്ങനെ ടേബിൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ക്രിയേറ്റ് ടൈപ്പ്, പേഴ്സൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ടാക്കി. എങ്ങനെ? ഇതൊക്കെയാണ് അതിൽ വരുന്ന ഫീൽഡുകൾ, ഡാറ്റകൾ. അതിനെ എന്ത് ചെയ്തു? ഇൻസ്റ്റാൻഷ്യബിൾ, നോട്ട് ഫൈനൽ, ഇതൊക്കെ നിങ്ങൾ പിന്നീട് വരാൻ പോകുന്നതാണ്. എന്തുകൊണ്ടാണ് ഇൻസ്റ്റാൻഷ്യബിൾ എന്ന് കൊടുത്തത്, എന്തുകൊണ്ടാണ് നോട്ട് ഫൈനൽ എന്ന് കൊടുത്തത്, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്ക്. ref is system generated. ഇനി ഈ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഏജ് എന്ന് പറയുന്നത് അതൊരു ഫങ്ഷനാണ്. ഓക്കെ, ഒരു മെത്തേഡാണ്. റിട്ടേൺസ് ഇൻറ്റീജർ റിട്ടേൺ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ ഈ ഒബ്ജക്റ്റിന് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെയോ അടുത്തത് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് മെത്തേഡ് ഏജ്. അതിൻ്റെ ഫങ്ഷനാണ് പറയുന്നത് റിട്ടേൺസ് ഇൻറ്റീജർ ഫോർ പേഴ്സൺ ടൈപ്പ്. അതിൻ്റെ ബിഗിൻ, ഇതിൻ്റെ ബാക്കി ഫോട്ടോയിലില്ലാത്തതാണ്. ഇവിടെയാണ് നമ്മൾ ആ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ബിഗിനും എൻഡും വെച്ചിട്ട് നമ്മൾ ആ ഏജ് എന്ന് പറയുന്ന ആ മെത്തേഡിനെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഒരു ടൈപ്പ് ഉണ്ടാക്കി, ഒരു UDT ഉണ്ടാക്കി, പേഴ്സൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UDP ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ടോ അതിൻ്റെ വാല്യൂസ് കൊടുത്തു, അതെന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ കൊടുത്തു. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഫോർ ഈച്ച് UDT ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ടു ബി ഇൻസ്റ്റാൻഷ്യബിൾ. ഒരു ഇൻസ്റ്റാൻഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ടൈപ്പ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 or more ടേബിൾസ് മേ ബി ക്രിയേറ്റഡ്. ഒന്നോ അതിലധികമോ ടേബിൾസ് ഈ ടൈപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ക്രിയേറ്റ് ടേബിൾ പേഴ്സൺ ഓഫ് പേഴ്സൺ ടൈപ്പ്. ref is person ID system generated. കണ്ടോ, ഇവിടെയാണ് നമ്മൾ റെഫറൻസിൻ്റെ മെയിൻ ഉപയോഗം വരുന്നത്. കണ്ടോ, റെഫറൻസ് ഈസ് പേഴ്സൺ ID സിസ്റ്റം. അപ്പോൾ ഈ പേഴ്സൺ ID എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ പറഞ്ഞ OID ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, OID ആട്രിബ്യൂട്ട് എവിടെ നിന്ന് എടുക്കണം? പേഴ്സൺ ID ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ പേഴ്സൺ ID എവിടെ വരുന്നുണ്ട്? പേഴ്സൺ ID എവിടെ വരുന്നുണ്ട്? സിസ്റ്റം ജനറേറ്റഡ് പേഴ്സൺ ID ആണ് ഉണ്ടാവുക. ഓക്കെ, സിസ്റ്റം ജനറേറ്റഡ് പേഴ്സൺ ID ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ പേഴ്സൺ ടൈപ്പിൽ ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു.
ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇൻഹെറിറ്റൻസ്, നമ്മൾ പറഞ്ഞില്ലേ അണ്ടർ കീവേഡ് വെച്ചിട്ടാണ് ഇൻഹെറിറ്റൻസ് പറയാമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ എക്സാമ്പിളാണ് ഈ പറയുന്നത്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി ഓഫ് എംപ്ലോയി ടൈപ്പ് അണ്ടർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണിൻ്റെ സബ് ടേബിളായിട്ടാണ് എന്തുണ്ടാവുക, എംപ്ലോയി ടൈപ്പ്, മാനേജർ ടൈപ്പ്, സ്റ്റുഡൻറ്റ് ടൈപ്പ്, അങ്ങനെ 3 ടൈപ്പ് ക്ലാസ്സുകൾ നമ്മൾ പുതിയതായിട്ട് ഇൻഹെറിറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അതപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം എക്സാമ്പിൾ കണ്ടപ്പോൾ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു UDTനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ടേബിൾസ് ഉണ്ടാക്കും എന്നാണ്. നമ്മൾ ഒബ്ജക്റ്റ് ഡാറ്റാ ബേസും റിലേഷണൽ ഡാറ്റാ ബേസും കൂടി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതാണ് ORDBMS എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ഡാറ്റാ ബേസിൽ വരുന്ന ഒരു UDT ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ടേബിളായിട്ട് റെപ്രസെൻറ്റും ചെയ്തു. അപ്പോൾ എന്തായി, ORDBMS ആയി. ഓക്കെ, ഇനി എൻകാപ്സുലേഷൻ ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇൻ SQL എ യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ ബിഹേവിയറൽ സ്പെസിഫിക്കേഷൻ ബൈ സ്പെസിഫിക് മെത്തേഡ്സ് ഓർ ഓപ്പറേഷൻ ഇൻ അഡീഷൻ ടു ആട്രിബ്യൂട്ട്സ്. UDTയിൽ എന്തുണ്ടാവും, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ആട്രിബ്യൂട്ട്സ് കൂടാതെ തന്നെ അതിൻ്റെ തന്നെ ബിഹേവിയറൽ സ്പെസിഫിക്കേഷൻസും കൂടി അതിൽ പറയും. ഈ ബിഹേവിയറൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, മെത്തേഡ്സ് ഓർ ഓപ്പറേഷൻസ്, അതും കൂടി അതിൽ പറയും. ജനറൽ ഫോം ഓഫ് എ UDT സ്പെസിഫിക്കേഷൻ വിത്ത് മെത്തേഡ്സ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എക്സാമ്പിളിൽ, ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ, ഈ എക്സാമ്പിളുകളിലൊക്കെ നമ്മൾ പറയുന്നത് മെത്തേഡ്സ് ഇല്ലാത്ത UDTനെ കുറിച്ചിട്ടാണ്. ഇവിടെയാണ് നമ്മൾ മെത്തേഡ്സ് ഉള്ള UDTയുടെ സിൻടാക്സ് പറയാൻ പോകുന്നത്. എന്താണ്, ക്രിയേറ്റ് ടൈപ്പ്, ടൈപ്പ് നെയിം, ലിസ്റ്റ് ഓഫ് കമ്പോണൻറ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ദെയർ ടൈപ്സ്, ഡിക്ലറേഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, ആദ്യം ക്രിയേറ്റ് ടൈപ്പ്, ആ ടൈപ്പിനൊരു പേര്, അതിൻ്റെ ലിസ്റ്റ് ഓഫ് കമ്പോണൻറ്റ് ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ടൈപ്പ്, ഡിക്ലറേഷൻ ഓഫ് ഫങ്ഷൻസ്. നോക്കൂ, ക്രിയേറ്റ് ടൈപ്പ്, ടൈപ്പിൻ്റെ പേര്, ലിസ്റ്റ് ഓഫ് കമ്പോണൻറ്റ് ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഡാറ്റ ടൈപ്സ്, പിന്നെയോ ഫങ്ഷൻസ്. ഇതാ ഫങ്ഷൻസ്, അതിൻ്റെ ഡെഫിനിഷൻസ്, ഫങ്ഷൻസ് ആൻഡ് ഡെഫിനിഷൻസ്. ഓക്കെ, ഇനി അതിൽ നമ്പർ ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഫങ്ഷൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻസ്റ്റൻസ്, മെത്തേഡ്, നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്, റിട്ടേൺസ്, റിട്ടേൺ ടൈപ്പ്. നോക്കൂ, ഇൻസ്റ്റൻസ്, മെത്തേഡ്, മെത്തേഡ് നെയിം, റിട്ടേൺസ്, റിട്ടേൺ ടൈപ്പ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഒരു മെത്തേഡ് എങ്ങനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ സിൻടാക്സ്. ഓക്കെ അല്ലേ, മെത്തേഡ് എങ്ങനെ ചെയ്യും, എൻകാപ്സുലേഷൻ എങ്ങനെയാണ് UDTയിൽ ORDBMSൽ കാപ്പബിൾ ആവുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഇൻഹെറിറ്റൻസ്, എങ്ങനെയാണ് ഇൻഹെറിറ്റൻസും ഓവർലോഡിങ്ങും നമ്മൾ ചെയ്യുന്നത് നോക്കാം. In general, both attributes and instance methods operations are inherited. ജനറലി എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു ടേബിളിനെ, ഇപ്പം നേരത്തെ പേഴ്സൺ എന്ന് പറഞ്ഞ ടൈപ്പുള്ള ടേബിളിനെ ഇൻഹെറിറ്റ് ചെയ്താൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സും ഫങ്ഷൻസും എല്ലാം ഇൻഹെറിറ്റഡ് ആയി വരും ഓട്ടോമാറ്റിക്കലി. ദ ഫ്രേസ് നോട്ട് ഫൈനൽ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ UDT ഇഫ് സബ് ടൈപ്സ് ആർ ടു ബി ക്രിയേറ്റഡ് അണ്ടർ ദാറ്റ് UDT. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആ ടേബിൾ യൂസ് ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ടേബിളിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമുക്ക് സബ് ടേബിൾസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കീവേഡും കൂടി കൊടുക്കണം, നോട്ട് ഫൈനൽ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡും കൂടി അവിടെ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ എക്സാമ്പിളിൽ ഇവിടെ നോട്ട് ഫൈനൽ എന്ന് കൊടുത്തത്. ഇത് ഇവിടെ കൊടുത്തത് കൊണ്ടാണ്, ഈ നോട്ട് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് പേഴ്സൺ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്കിവിടെ പേഴ്സണിൻ്റെ അണ്ടറിൽ വേറെ ടേബിൾസ് ഉണ്ടാക്കാൻ പറ്റിയത്. ഓക്കെ അല്ലേ, ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അണ്ടറിൽ നമുക്ക് വേറെ ടേബിൾസ് ഉണ്ടാക്കാൻ പറ്റിയതിൻ്റെ കാരണം എന്താണ്, ഇവിടെ നോട്ട് ഫൈനൽ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഒരു ടേബിളിൽ നിന്ന് വേറെ ടേബിൾസ് ഇൻഹെറിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, UDTയിൽ അങ്ങനെ ടേബിൾ ഇൻഹെറിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, നോട്ട് ഫൈനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേസും കൂടി കൊടുക്കണം. പിന്നെ ഇൻഹെറിറ്റൻസിന് വരേണ്ട കുറച്ച് റൂൾസാണ് പറയുന്നത്. ഓക്കെ, ഓൾ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഹെറിറ്റഡ്, എല്ലാ ആട്രിബ്യൂട്ട്സും ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ഓഫ് സൂപ്പർ ടൈപ്സ് ഇൻ ദ അണ്ടർ ക്ലോസ് ഡിറ്റർമൈൻസ് ദ ഇൻഹെറിറ്റൻസ് ഹൈറാർക്കി. അതായത് ഇവിടെ ഈ അണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കഴിഞ്ഞിട്ട് 2 or 3 ടേബിളൊക്കെ അതിന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കൊടുത്തിട്ടുള്ള ഓർഡർ എന്താണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്, ഇൻഹെറിറ്റൻസ് ഹൈറാർക്കി വരുന്നത് എന്നാണ് അർത്ഥം. ഏത് ഓർഡറിലാണോ നമ്മളവിടെ ടേബിൾസ് കൊടുത്തിട്ടുള്ളത് ആ ഓർഡറിലാണ് ഇൻഹെറിറ്റൻസ് ഉണ്ടാവുക. Okay, an instance of a subtype can be used in every context in which a supertype instance is used. അതായത് സൂപ്പർ ടൈപ്പ് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ സബ് ടൈപ്പിൻ്റെ ഇൻസ്റ്റൻസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, a subtype can redefine any function that is defined in its supertype with the restriction that the signature be the same. നമ്മൾ മറ്റേൽ പറയുന്നത് പോലെ തന്നെ അതാണ് പറയുന്നത് ഓവർലോഡിങ് അല്ലെങ്കിൽ ഓവർ റൈഡിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓവർ റൈഡിങ്, ഓവർലോഡിങ് ഒക്കെ പഠിച്ചതാണ്. അതുതന്നെയാണ് ഈ കോൺസെപ്റ്റ് ഇവിടെയും പറയുന്നത്. നമ്മൾ സൂപ്പർ ടൈപ്പിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും സബ് ടൈപ്പിലും നമുക്ക് ആ ഫംഗ്ഷനെ വീണ്ടും റീഡിഫൈൻ ചെയ്യാൻ പറ്റും. വിത്ത് ദ റെസ്ട്രിക്ഷൻ. എന്താണ് റെസ്ട്രിക്ഷൻ? സിഗ്നേച്ചർ മസ്റ്റ് ബി സെയിം. അതിൻ്റെ പേര്, ആട്രിബ്യൂട്ട്സ്, പാരാമീറ്റർ ലിസ്റ്റ്, റിട്ടേൺ ടൈപ്പ് അതൊക്കെ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ് ടൈപ്പിലും എന്ത് ചെയ്യാൻ പറ്റും? അതേ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ്, the best match is selected based on the type of all arguments. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ ഓവർലോഡിങ്. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞത് ഓവർ റൈഡിങ്, ഇപ്പോൾ പറഞ്ഞത് ഓവർലോഡിങ്. ഓവർ റൈഡിങ്ങും ഓവർലോഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെയും മനസ്സിലാവാത്തവർ MSc പാസ്സായിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് പോയിട്ട് അത് പഠിക്കുക. ഇന്ന് തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോയി പഠിക്കാം. ഓക്കെ, ഓവർ റൈഡിങ് എന്താണ്, ഓവർലോഡിങ് എന്താണ്, അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടും സെയിം അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ദ ബെസ്റ്റ് മാച്ച് ഈസ് സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് ഓൾ ആർഗ്യുമെൻറ്റ്സ്. ആ ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മാച്ചായിട്ടുള്ള ഫംഗ്ഷൻ ഏതാണോ, സെയിം നെയിം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ആ ഫംഗ്ഷനെയാണ് എന്ത് ചെയ്യുക, കോൾ ചെയ്യുക. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫോർ ഡൈനാമിക് ലിങ്കിങ് ദ റൺ ടൈം ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് ഇസ് കൺസിഡേർഡ്. അതായത് അങ്ങനെ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ, റൺ ടൈമിൽ നമ്മൾ ഡാറ്റ കൊടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ എന്ത് വരും, റൺ ടൈമിൽ ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് എന്താണെന്ന് നോക്കും. റൺ ടൈമിൽ യൂസർ എൻ്റർ ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ODBMSൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് SQLൽ ആഡ് ചെയ്തത് എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഈ ORDBMSൻ്റെ അപ്ലിക്കേഷൻസാണ് നമ്മൾ പറയുന്നത്. ഒബ്ജക്റ്റ് റിലേഷണൽ DBMSൻ്റെ അപ്ലിക്കേഷൻസാണ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, ട്രാഫിക് മാനേജ്മെൻറ്റ് ആൻഡ് റൂട്ട് പ്ലാനിംഗ്, സേഫ്റ്റി, സെക്യൂരിറ്റി, ലൈഫ് സയൻസ്, ഡയഗ്നോസ്റ്റിക്സ്, ഡ്രഗ് ഡിസ്കവറി, ജീൻ എക്സ്പ്രഷൻ ആൻഡ് തെറാപ്പി എക്സെട്ര. അങ്ങനെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി എന്താണ് ORDBMS എന്നുള്ള ഡെഫിനിഷൻ? ഇപ്പം നമ്മൾ പറഞ്ഞു ODBMSഉം RDBMSഉം കൂടിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്താണ് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? ഇറ്റ് ഈസ് എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സിമിലർ ടു എ റിലേഷണൽ ഡാറ്റാബേസ് ബട്ട് വിത്ത് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡൽ. ഓക്കെ, സിമിലർ ടു റിലേഷണൽ ഡാറ്റാബേസ് ആണ്, പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒബ്ജക്ട്സ്, ക്ലാസസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആർ ഡയറക്ട്ലി സപ്പോർട്ടഡ് ഇൻ ദ ഡാറ്റാബേസ് സ്കീമ ആൻഡ് ഇൻ ദ ക്വറി ലാംഗ്വേജ്. ഡാറ്റാബേസ് സ്കീമയിലും ക്വറി ലാംഗ്വേജിലും ഒബ്ജക്ട്സ്, ക്ലാസസ്, ഇൻഹെറിറ്റൻസ് അതൊക്കെ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ORDBMS എന്ന് പറയുന്നത്. Okay, ORDBMS supports an extended form of SQL called SQL3. നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. SQLൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് വന്ന വേർഷനാണ് SQL3 എന്ന് പറയുന്നത്. അപ്പോൾ ORDBMS supports the extended form of SQL called SQL3 that is still in the development stages. ഇതൊക്കെ ഇപ്പോഴും എന്താണ്, ഡെവലപ്മെൻറ്റ് സ്റ്റേജസിലാണ്. എക്സ്റ്റൻഷൻസ് ആർ നീഡഡ് ബിക്കോസ് ORDBMS have to support ADTs, അബ്സ്ട്രാക്ട് ഡാറ്റ മോഡൽസിനെ കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ അപ്ഡേഷൻസ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ വരുന്നത്. The ORDBMS has the relational model in it because the data is stored in the form of tables having rows and columns, and SQL is used as the query language and the result of the query is also tuples or rows. എന്തുകൊണ്ടാണ് ORDBMSൽ നമ്മൾ റിലേഷണൽ മോഡൽ യൂസ് ചെയ്യാൻ കാരണം? അവിടെ ഡാറ്റാസ് എന്താണ്
സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ടേബിൾസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റോസും കോളംസും ഉണ്ട്. അതുപോലെ തന്നെ SQL ആണ് നമ്മൾ ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. റിസൾട്ട് ഓഫ് ദ ക്വറി എന്ന് പറയുന്നതും എന്താണ്, ടപ്പിൾസ് ആണ്. അത്രയും ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ORDBMSലേക്ക് റിലേഷണൽ മോഡൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ORDBMSൻ്റെ റിലേഷൻ്റെ സ്കീമ എന്നാണ് പറയുന്നത്. കണ്ടോ, സ്റ്റുഡൻറ്റ്, F നെയിം, L നെയിം, ID, മേജർ, അഡ്രസ്, DNAME, ലൊക്കേഷൻ, പിക്ചർ. ഇതിൽ വരുന്ന രണ്ട് വ്യത്യാസം, എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ്. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്തിട്ടുള്ളതാണ്. രണ്ട് ആട്രിബ്യൂട്ട് ഇതിൽ എക്സ്ട്രാ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ലൊക്കേഷനും പിക്ചറും. അത് നമ്മൾ ട്രഡീഷണൽ RDBMSൽ ഇല്ല. കാരണം ലൊക്കേഷൻ എന്നുള്ളതിൻ്റെ ഡാറ്റ ടൈപ്പ് ജോഗ്രഫിക് പോയിൻ്റ് ആണ്. അതിൽ കുറേ കോർഡിനേറ്റ്സും അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് SQL, പക്ഷെ അതെപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വരണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഡാറ്റ ടൈപ്പ്, ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇമേജ് ആണ്. ഇത് രണ്ടും ഇവിടെ എക്സ്ട്രാ ഇതാണ്, എന്തായിരുന്നു? എക്സ്ട്രാ ആട്രിബ്യൂട്ടാണ്. ഇനി നമ്മൾ ഒരു റിലേഷണൽ ഡാറ്റാബേസ്, ഒരു ഫുള്ളി റിലേഷണൽ ഡാറ്റാബേസിന് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന് ബേസ് ടൈപ്പ് എക്സ്റ്റൻഷൻ, കോംപ്ലക്സ് ഒബ്ജക്ട്സ്, ഇൻഹെറിറ്റൻസ്, റൂൾ സിസ്റ്റം. ഓക്കെ, എന്താണ് ഈ 4 എന്നാണ് പറയാൻ പോകുന്നത്. ബേസ് ടൈപ്പ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ക്രിയേറ്റ് എ ന്യൂ ബേസ് ടൈപ്പ് is necessary in many situations, both simple and complex. It is very useful. എന്താണ്? ഒരു ന്യൂ ബേസ് ടൈപ്പ് ഉണ്ടാക്കുക, ഒരു ന്യൂ ടൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എപ്പോഴും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇൻ ദിസ് വേ ഡിസൈൻ ഓഫ് ദി ആപ്ലിക്കേഷൻ വിൽ ബി സ്മാർട്ടർ ആൻഡ് ഈസിയർ. ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ സ്മാർട്ടർ ഈസിയർ ആയിട്ട് മാറും. ബേസ് ടൈപ്പ് എക്സ്റ്റൻഷൻ ഫെസിലിറ്റി മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ ബേസ് ടൈപ്പ് എക്സ്റ്റൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടതാണ് ഡൈനാമിക് ലിങ്കിങ്, ക്ലയൻറ്റ് ഓർ സെർവർ ആക്ടിവേഷൻ, സെക്യൂരിറ്റി, കോൾ ബാക്ക്, യൂസർ ഡിഫൈൻഡ് ആക്സസ് മെത്തേഡ്സ്, ആർബിട്രറി ലെങ്ത് ഡാറ്റ ടൈപ്സ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആർക്ക് വേണം? ബേസ് ടൈപ്പ് എക്സ്റ്റൻഷന് വേണം. ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു അതർ ന്യൂ യൂസർ ഡിഫൈൻഡ് ബേസ് ടൈപ്സ് ഓൺ ദ ഫ്ലൈ. അതായത് നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ പുതിയ യൂസർ ഡിഫൈൻഡ് ടൈപ്സിനെ, ബേസ് ടൈപ്സിനെ അധർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിലേക്ക് ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റണം, ജോയിൻ ചെയ്യിക്കാൻ പറ്റണം. ഓക്കെ, സ്റ്റോപ്പിംഗ് ദ ഡാറ്റാബേസ് ഫോർ ഇൻസ്റ്റാളിങ് ന്യൂ ടൈപ്സ് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. നമുക്കൊരു പുതിയ ടൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഡാറ്റാബേസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് അത്ര അഡ്വാൻസ്ഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ എന്ത് വേണം? ഡൈനാമിക് ലിങ്കിങ്. അതായത് ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു ആഡ് ന്യൂ യൂസർ ഡിഫൈൻഡ് ബേസ് ടൈപ്പ് ഓൺ റണ്ണിങ് ടൈം. ഓക്കെ, ക്ലയൻറ്റ് ഓർ സെർവർ ആക്ടിവേഷൻ. എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഫോർ എ ന്യൂ ബേസ് ടൈപ്പ് മസ്റ്റ് have the ability for being executed on either the server or client. അങ്ങനെ നമ്മൾ പുതിയ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടാക്കി, പുതിയൊരു യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ഉണ്ടാക്കി ഇട്ടു, അതിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആയിരിക്കണം? ഇറ്റ് മസ്റ്റ് ഹാവ് ദി എബിലിറ്റി ടു ബി എക്സിക്യൂട്ടഡ് ഓൺ ഐദർ സെർവർ ഓർ ക്ലയൻറ്റ്. ക്ലയൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാനും സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യാനും രണ്ടെണ്ണത്തിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെത്തേഡ്സ് ആയിരിക്കണം അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി. അത് നിർബന്ധമാണല്ലോ അല്ലേ? എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഫോർ എ ന്യൂ ബേസ് ടൈപ്പ് മസ്റ്റ് നോട്ട് ബി ഏബിൾ ടു കറപ്റ്റ് ദ ഡാറ്റാബേസ്. നമ്മൾ പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി, പുതിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഡാറ്റാബേസിനെ തെറ്റ് വരുത്താനുള്ള ഇട ഉണ്ടാക്കാൻ പാടില്ല. കോൾ ബാക്ക്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് മസ്റ്റ് ബി ഏബിൾ ടു യൂസ് അതർ ഫംഗ്ഷൻസ് ഓർ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഓർ ക്വറീസ് ഇൻ ദ സെയിം വേ ആസ് അതർ ആപ്ലിക്കേഷൻസ്. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനും ഈ പറഞ്ഞ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സിനെയോ ക്വറീനെയോ അതർ ഫംഗ്ഷൻസിനെയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണം, കോൾ ബാക്ക് ചെയ്യാൻ പറ്റണം. യൂസർ ഡിഫൈൻഡ് ആക്സസ് മെത്തേഡ്സ്. ആഡിങ് ന്യൂ ആക്സസ് മെത്തേഡ്സ് മസ്റ്റ് ബി അലൗഡ് ഫോർ ദ ഡിസൈനർ ഓഫ് എ ന്യൂ ബേസ് ടൈപ്പ്. എന്താണ്? പുതിയ ആക്സസ് മെത്തേഡ്സ് ആഡ് ചെയ്യാൻ പറ്റണം ഡിസൈനർ ഓഫ് ന്യൂ ബേസ് ടൈപ്പ് ആഡ് ചെയ്യുമ്പോൾ അവിടെ പുതിയ ആക്സസ് മെത്തേഡ്സും കൂടി ആഡ് ചെയ്യാൻ പറ്റണം. ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു ആഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡാറ്റാബേസ് എൻജിൻ. എന്താണ്? ഡാറ്റാബേസ് എൻജിൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് അവിടെ ഉപയോഗിക്കാൻ പറ്റണം. പോസിബിൾ ടു ആഡ് ഫംഗ്ഷൻസ്. നോട്ട് ഓൾ ഡാറ്റ ടൈപ്സ് ഈസ് വെൽ സ്യൂട്ടഡ് ഫോർ ബി ട്രീസ്. ഈ ബി ട്രീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ ഡാറ്റ ടൈപ്പും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആർബിട്രറി ലെങ്ത് ഡാറ്റ ടൈപ്സ്. എന്തായിരുന്നു? ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു ഹാവ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് വിത്തൗട്ട് ലെങ്ത് റെസ്ട്രിക്ഷൻസ്. ലെങ്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല.
ഇത്രയും കാര്യങ്ങൾ ആർക്ക് വേണം? ബേസ് ടൈപ്പ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നതാണ്. ബേസ് ടൈപ്പ് എക്സ്റ്റൻഷൻ ഫെസിലിറ്റിയിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞത്? 4ത്തെ കോംപ്ലക്സ് ഒബ്ജക്ട്സ്. അത് നമ്മൾ അന്ന് പറഞ്ഞതാണ് അല്ലേ. there have to be support of a rich collection of complex types വേണം. അറ്റ്ലീസ്റ്റ് there must be the following complex type. ഏതൊക്കെ വേണം? ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് വേണം, സെറ്റ് വേണം, റെക്കോർഡ് വേണം, റെഫറൻസ് വേണം. ഇത്രയും കാര്യങ്ങൾ, കോംപ്ലക്സ് ടൈപ്പിൻ്റെ ഇത്രയും കാര്യങ്ങളെങ്കിലും ആർക്ക് വേണം? ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റണം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ മസ്റ്റ് ഹാവ് സപ്പോർട്ട് ഫോർ യൂസ് ഓഫ് കോംപ്ലക്സ് ടൈപ്പ് അല്ലേ. ലൈക്ക് യൂസർ ഡിഫൈൻഡ് ടൈപ്സ്, കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് മസ്റ്റ് ഹാവ് ആർബിട്രറി ലെങ്ത്. UDT പോലെ തന്നെ കോംപ്ലക്സ് ടൈപ്പിനും എന്ത് വേണം? ആർബിട്രറി ലെങ്ത് റെസ്ട്രിക്ഷൻസ് പാടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? ഇൻഹെറിറ്റൻസ്. ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻഹെറിറ്റൻസ് രണ്ടെണ്ണം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ORDBMSലത്തെ ഒരു വലിയൊരു ക്യാരക്ടറാണ് സപ്പോർട്ട് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ബോത്ത് ഡാറ്റയും ഫംഗ്ഷൻസും ഇൻഹെറിറ്റഡ് ആവും. ദാറ്റ് ഈസ് നെസസറി. ഇൻഹെറിറ്റൻസ് ഓഫ് ഡാറ്റ ഓൺലി അപ്ലൈ ടു ഡാറ്റ ടൈപ്സ്. ഡാറ്റയാണ് ഇൻഹെറിറ്റ് ചെയ്യണത് വെച്ചാൽ അത് ഓൺലി ഡാറ്റ ടൈപ്സിന് മാത്രമേ അപ്ലൈ ആവുള്ളൂ. മോസ്റ്റ് പവർഫുൾ ഇൻഹെറിറ്റൻസ് കംസ് ഫ്രം ഇൻഹെറിറ്റൻസ് ഓഫ് ഫംഗ്ഷൻസ്. നമ്മൾ ഈ ഇൻഹെറിറ്റൻസിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണമെങ്കിൽ, ഡാറ്റ ടൈപ്പ് ഇൻഹെറിറ്റ് ചെയ്തതുകൊണ്ട് ഡാറ്റാബേസിന് അത്ര വലിയ ഫ്ലെക്സിബിലിറ്റി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫംഗ്ഷൻസ് ഇൻഹെറിറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഫംഗ്ഷൻസിനെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ടോ യൂസ് ചെയ്യാവുന്ന തരത്തിൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഡാറ്റാബേസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും യൂസബിലിറ്റിയും കൂട്ടാൻ പറ്റും. ഓക്കെ, ഓവർലോഡിങ് എന്തായിരുന്നു? ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു സ്പെഷ്യലൈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ ടു സബ് ടൈപ്സ്. ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനെ സബ് ടൈപ്പുകളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക. വേർഡ്സ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരേ ഒരു ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനെ അതിൻ്റെ സബ് ടൈപ്പുകളിൽ, സബ് ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാൻ പറ്റുക? സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക. അതായത് സൂപ്പർ ടൈപ്പിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ടൈപ്പുകൾ ചെയ്യുമ്പം അവരവരുടെ ഇഷ്ടത്തിന് ആ ഫങ്ഷൻസിനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുക. സ്പെഷ്യൽ അഡീഷൻസ് ആ ഫങ്ഷൻസിലേക്ക് നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റുക. അതാണ് എന്ത് പറയുന്നത്? ഓവർലോഡിങ്. ഓവർലോഡിങ് മസ്റ്റ് ബി സപ്പോർട്ടഡ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാലോ, ഇൻഹെറിറ്റൻസ് ഓഫ് ടൈപ്സ് നോട്ട് ടേബിൾസ്. എന്തായിരുന്നു? ടൈപ്സ് ആൻഡ് ടേബിൾസ് ആർ ടു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ്. നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ടൈപ്പാണ്. ഓക്കെ, എ ടേബിൾ ഈസ് എ കണ്ടെയ്നർ യൂസ്ഡ് ടു ഹാഡ് ഇൻസ്റ്റൻസ് ഓഫ് എ ടൈപ്പ്. ടേബിൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഒരു കണ്ടെയ്നർ മാത്രമാണ്. ഇൻ ദിസ് വേ ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ ടേബിൾസ് ഓഫ് എ സ്പെസിഫിക് ടൈപ്പ്. ഒരു ടൈപ്പിൽ കുറേ ടേബിൾസ് ഉണ്ടാവും. ഈച്ച് ഓഫ് ദ ടേബിൾസ് ഹാവ് ദ ഡിഫൈൻഡ് ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി. ഓരോ ടേബിളിനും നമ്മളവിടെ പറഞ്ഞിട്ടുള്ള ഏത് ടൈപ്പിനെയാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ടൈപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ടേബിളിനെ അല്ല നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ആ ടൈപ്പിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കണ്ടെയ്നർ മാത്രമാണ് എന്ത്? ടേബിൾ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസസ് മസ്റ്റ് ബി സപ്പോർട്ടഡ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വേണം. ഇറ്റ്സ് നീഡഡ് ഇൻ മെനി ആപ്ലിക്കേഷൻസ്. യൂസിങ് എ വെർച്വൽ ആട്രിബ്യൂട്ട് എ യൂസർ ക്യാൻ റെഫറൻസ് ദ പ്ലേസ്മെൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ വേർ ദർ ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്തായാലും നമുക്ക് ആപ്ലിക്കബിൾ ആണ്, അത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം. അതിനുവേണ്ടി വെർച്വൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നാലാമത് നമ്മൾ കംപ്ലീറ്റ് റിലേഷണൽ ഡാറ്റാബേസിൽ പറയുന്ന കോൺസെപ്റ്റാണ്. നാലാമത്തതാണ് റൂൾ സിസ്റ്റം. Rules and triggers must exist in the ORDBMS and should have the following characteristics. എന്തൊക്കെയായിരുന്നു? ഈവൻറ്റ്സ് ആൻഡ് ആക്ഷൻസ്. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, എന്താണെന്നുള്ളത് വിശദമാക്കി പഠിക്കേണ്ട. ഇനി ORDBMS ഡാറ്റാബേസ് ഡിസൈൻ. ഡാറ്റാബേസ് ഡിസൈനിൽ എന്തൊക്കെയായിരുന്നു വരുന്നത്? ഫസ്റ്റ് വി ക്യാൻ സ്റ്റോർ ദ വീഡിയോ ആസ് എൻ ADT ഒബ്ജക്റ്റ്. വീഡിയോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് റൈറ്റ് മെത്തേഡ്സ് ദാറ്റ് ക്യാപ്ചർ എനി സ്പെഷ്യൽ മാനിപ്പുലേഷൻ വി വിഷ് ടു പെർഫോം. നമുക്ക് ചെയ്യാൻ വേണ്ട എന്തൊരു സ്പെഷ്യൽ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് നമ്മുടേതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ്സിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തത്, we are allowed to store structured types such as lists. We can store the location sequence for a probe in a single tuple along with the video information. എന്തായിരുന്നു? സ്ട്രക്ചേർഡ് ടൈപ്പിനെ ലിസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് വി ക്യാൻ സ്റ്റോർ ദ ലൊക്കേഷൻ സീക്വൻസ് ഓഫ് എ പ്രോബ് ഇൻ എ സിംഗിൾ ടപ്പിൾ. ഒരു ടപ്പിളിൽ വീഡിയോ ഇൻഫർമേഷനും കൂടി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയുടെ ലൊക്കേഷൻ സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ലേഔട്ട് എലിമിനേറ്റ്സ് ദ നീഡ്സ് ഫോർ ജോയിൻസ് ഇൻ ദ ക്വറീസ് ദാറ്റ് ഇൻവോൾവ് ബോത്ത് സീക്വൻസ് ആൻഡ് വീഡിയോ ഇൻഫർമേഷൻ. ജോയിൻസിൻ്റെ ഉപയോഗം അവിടെ കുറയ്ക്കുന്നു. ഓക്കെ, സീക്വൻസും വീഡിയോ ഇൻഫർമേഷനും ഒന്നിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ജോയിൻ യൂസ് ചെയ്യുമായിരുന്നു. ആ ജോയിൻ യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. An ORDBMS design for our example consists of a single relation called probes all info. അതാണ് നമ്മുടെ റിലേഷൻ്റെ പേര്. അതിൽ PID ഉണ്ട്, ഇൻറ്റീജർ ടൈപ്പിൽ, ലൊക്കേഷൻ സീക്വൻസ് ഉണ്ട്, ക്യാമറ സ്ട്രിങ്ങിൽ ക്യാമറ ഉണ്ട്, പിന്നെ MPG സ്ട്രീമിൽ വീഡിയോ ഉണ്ട്. ഇതാണ് നമ്മളുടെ സിംഗിൾ റിലേഷൻ എന്ന് പറയുന്നത്. This definition involves two new types എന്തൊക്കെയായിരുന്നു? ലൊക്കേഷൻ സീക്വൻസും MPG സ്ട്രീമും. MPG stream is defined as an ADT with a method display that takes a start time and an end time and displays the portion of the video recorded during that interval. MPG stream എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പാണ്. അതിന് മെത്തേഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും റെഫർ ചെയ്ത് കൊടുത്താൽ ആ സ്റ്റാർട്ട് ടൈം തൊട്ട് എൻഡ് ടൈം വരെ എന്തൊക്കെ വീഡിയോ ക്യാപ്ചർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ആ വീഡിയോ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വറി നമ്മൾ SQL ഫസ്റ്റ് ക്വറിയാണ് യൂസിങ് ദിസ് ഡിസ്പ്ലേ മെത്തേഡ്. ഇത് കണ്ടോ, സെലക്ട് ഡിസ്പ്ലേ ഓഫ് p.video 1:10 PM May 10, 1996 ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് 1:15 PM May 10, 1996. അപ്പോൾ 1996 May 10 1:10 PM തൊട്ടിട്ട് 1:15 PM വരെ എന്തൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ആ റെക്കോർഡ് ചെയ്ത സാധനം എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. സെലക്ട് ആണ് അവിടെ ചെയ്തത് അല്ലേ. ഫ്രം പ്രോബ്സ് ഓൾ ഇൻഫോ P എന്താണ് ആ ടേബിളിൻ്റെ റിലേഷൻ്റെ പേര് കൊടുത്തു. വേർ PID ഈക്വൽ ടു 10 PID വാല്യൂ കൊടുത്തു. നമ്മുടെ SQL പോലെ തന്നെയാണ് ചെയ്തത് അല്ലേ. ഇനി now consider the location sequence type. രണ്ടാമത്തെ ടൈപ്പാണ്. You could define it as a list type. ലിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. containing a list of raw type objects. കുറേ ടപ്പിൾസ് ഉള്ള ഒരു ലിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അത് എന്തിൻ്റെ ലിസ്റ്റാ? ലിസ്റ്റ് ഓഫ് റോ ഓഫ് ടൈം സ്റ്റാമ്പ്, പിന്നെ ലാറ്റിറ്റ്യൂഡ്, ലോങ്റ്റിറ്റ്യൂഡ്, അത് രണ്ടും റിയൽ വാല്യൂസ്. അങ്ങനെയുള്ള ഒരു നമുക്ക് ഇതൊരു UDT ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ക്രിയേറ്റ് ടൈപ്പ് ലൊക്കേഷൻ സീക്വൻസ് ലിസ്റ്റ് ഓഫ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊരു UDT ആണ്. ഓക്കെ, ഇനി ലൊക്കേഷൻ സീക്വൻസ് ഫീൽഡ് ഇൻ എ റോ ഫോർ എ ഗിവൺ പ്രോബ്. ഒരു റോയിൽ നമ്മുടെ ഡാറ്റാസ് നോക്കുകയാണെന്ന് വിചാരിക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ്, ലിസ്റ്റ് ഓഫ് ടൈം സ്റ്റാമ്പ് വാല്യൂസ് കൊടുത്തിട്ട് അതിൽ മിനിമം അഗ്രിഗേറ്റ് ഓപ്പറേറ്റർ കൊടുത്ത് to find the earliest time at which the given probe recorded it. സ്റ്റാർട്ടിംഗ് ടൈം കാണാൻ വേണ്ടിയിട്ട് അതാണ് ടൈം സ്റ്റാമ്പ്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ലൊക്കേഷൻ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ടൈപ്പാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ഇതുവരെ മതി. ഓക്കെ, ഈ സ്ലൈഡ് നിങ്ങൾ നോക്കണ്ട. ഇനി സെലക്ട് PID. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ സാധനം കണ്ടോ, മിനിമം ഓഫ് P.location sequence .time എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ ക്വറിയാണ് കേട്ടോ. അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും ORDBMS എന്നുള്ള അറിവ് തരികയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്വറി ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന ടോപ്പിക്കാണ് നെസ്റ്റഡ് റിലേഷൻസ്. എന്തുകൊണ്ടാണ് നെസ്റ്റഡ് റിലേഷൻസ് എടുക്കാൻ കാരണം? ഇറ്റ് പെർമിറ്റ് നോൺ ആറ്റമിക് ഡൊമൈൻസ്. ആറ്റമിക് എന്ന് പറഞ്ഞാൽ ഇൻഡിവിസിബിൾ ആണ്. നമുക്ക് നോൺ ആറ്റമിക് ഡൊമൈൻസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിവിസിബിൾ ആയിട്ടുള്ള ഡാറ്റേനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റിങ്സ് ആണ് എന്ന് പറയുന്നത് നെസ്റ്റഡ് റിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് നോൺ ആറ്റമിക് എന്താണ് അതിൻ്റെ എക്സാമ്പിൾ? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഓർ സെറ്റ് ഓഫ് ടപ്പിൾസ്. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടപ്പിൾസിനെ നമുക്കൊരു ഡാറ്റ ടൈപ്പായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അലോസ് മോർ ഇൻറ്റ്യൂട്ടീവ് മോഡലിംഗ് ഫോർ ആപ്ലിക്കേഷൻസ് വിത്ത് കോംപ്ലക്സ് ഡാറ്റ. കോംപ്ലക്സ് ഡാറ്റ വരുന്ന ആപ്ലിക്കേഷൻസിനെ കുറച്ചും കൂടി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള മോഡലിംഗ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള മോഡലിംഗ് എന്ന് വെച്ചാൽ? ഇറ്റ് അലോസ് റിലേഷൻസ് വെനെവർ വി അലോ ആറ്റമിക് ഓർ സ്കേലാർ ഡെഫിനിഷൻസ്. എന്താണ്? ഓർ സ്കേലാർ വാല്യൂസ്. ആറ്റമിക് അല്ലെങ്കിൽ സ്കേലാർ വാല്യൂസ് വരുന്ന സ്ഥലത്ത്, നമ്മൾ ആറ്റമിക് അല്ലെങ്കിൽ സ്കേലാർ വാല്യൂസ് വരുന്ന സ്ഥലത്ത് ഇൻറ്റ്യൂട്ടീവ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു നെസ്റ്റഡ് റിലേഷൻ യൂസ് ചെയ്താൽ റിലേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് റിലേഷൻസ് ഇൻസൈഡ് റിലേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ RDBMSൽ നമുക്ക് ആറ്റമിക് അല്ലെങ്കിൽ സ്കേലാർ വാല്യൂസ് യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമുക്ക് വേറെ റിലേഷൻസിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നർത്ഥം.
റിറ്റെയിൻസ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡലിൻ്റെ തന്നെ ഫൗണ്ടേഷൻ, മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ അങ്ങനെ തന്നെ റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ വരുന്ന ഡാറ്റയ്ക്ക് മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ. ഇറ്റ് വയലേറ്റ്സ് ഫസ്റ്റ് നോർമൽ ഫോം. അങ്ങനെ നമ്മൾ റിലേഷൻസിൻ്റെ ഉള്ളിൽ റിലേഷൻസിനെ യൂസ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിൽ പറയുന്നത് എന്താ? ഡാറ്റ മസ്റ്റ് ബി ആറ്റമിക് എന്നല്ലേ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? നോൺ ആറ്റമിക് ഡാറ്റേനെ നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വയലേറ്റ് ചെയ്യും? ഫസ്റ്റ് നോർമൽ ഫോം തന്നെ വയലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ RDBMS പറഞ്ഞ നോർമൽ ഫോംസോ നോർമലൈസേഷനോ ഒന്നും ഇവിടെ അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, ഇനി എക്സാമ്പിളാണ് നെസ്റ്റഡ് റിലേഷൻ്റെ. ഇപ്പോൾ ലൈബ്രറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ ഓരോ ബുക്കിനും ഒരു ടൈറ്റിൽ, സെറ്റ് ഓഫ് ഓതേഴ്സ്, കണ്ടോ? അവിടെ തന്നെ എന്ത് വന്നു? ഡിവിസിബിളായി അല്ലേ? പബ്ലിഷർ, പിന്നെ സെറ്റ് ഓഫ് കീവേഡ്സ്. ഓക്കെ, ഇതാണ് എന്ത്? 1NF റിലേഷൻ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കണ്ടോ? ഡിവിസിബിൾ ആയിട്ടുള്ള കോളംസ് ആണ് ഉണ്ടാവുക അവിടെ. നെക്സ്റ്റ് വൺ കളക്ഷൻ ടൈപ്പ്. അറേ, ലിസ്റ്റ്, സെറ്റ്. അറേ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡേർഡ് വൺ ഡൈമെൻഷനൽ അറേ വിത്ത് മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് കളക്ഷൻ ദാറ്റ് അലൗസ് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ കോംപ്ലക്സ് ടൈപ്പിൽ പറയുന്ന ടൈപ്പ് സ്ട്രക്ചേഴ്സിൽ വരുന്ന അതേ സാധനം തന്നെയാണ്. സെറ്റ് എന്ന് പറഞ്ഞാലോ അൺഓർഡേർഡ് കളക്ഷൻ വിത്തൗട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ്. മൾട്ടി സെറ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് കളക്ഷൻ ദാറ്റ് അലൗസ് ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ 4 ടൈപ്പ് കളക്ഷൻ ടൈപ്പാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ORDBMS എന്താണ് എന്ന് പറഞ്ഞു. നമ്മൾ ORDBMS അല്ലെങ്കിൽ SQLൽ എന്തൊക്കെ അഡീഷണൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തത് എന്ന് പറഞ്ഞു. പിന്നെ ORDBMSൻ്റെ കുറച്ച് പ്രത്യേകതകളും പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി ബാക്കി സ്റ്റോറേജ് ആൻഡ് ആക്സസ് മെത്തേഡ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും വായിച്ചു നോക്കുക. ക്ലാസ് എന്തെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തെടുത്ത് തരാം. ജസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. കുറേ പേർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ ക്ലാസ് ആയിട്ട് വീണ്ടും ഇടാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പറയുക.